Kuwait Janam, brought to you by Pawans, the first choice of the parents for the best education. Powered by Medax Medical Care, Royal Seagull and Phoenix Group of Companies, Al Rashid Cargo. നമസ്കാരം, കുവൈറ്റ് ജനത്തിൻ്റെ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ത്യൻ ആർട്ട് ഫെഡറേഷൻ കുവൈറ്റ് സംഘടിപ്പിച്ച ഭാരത് മഹോത്സവം വ്യത്യസ്തമാർന്ന പരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമായി. വളർന്നു വരുന്ന സംഗീത പ്രതിഭകൾക്ക് പ്രചോദനം നൽകുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന IAFൻ്റെ വാർഷിക പരിപാടിയായ ഭാരത് മഹോത്സവത്തിൽ അരങ്ങേറിയ വർണ്ണാഭമായ കലാമത്സരങ്ങൾ ഇന്ത്യൻ സാംസ്കാരികതയുടെ അടയാളപ്പെടുത്തലായി മാറുന്നതായിരുന്നു. ഇന്ത്യൻ ആർട്ട് ഫെഡറേഷൻ കുവൈറ്റിൻ്റെ 5ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായാണ് ഭാരത് മഹോത്സവം അരങ്ങേറിയത്. സിനിമാ താരം സാധിക വേണുഗോപാൽ വാർഷിക പരിപാടിയിൽ മുഖ്യാതിഥിയായി എത്തി ഭദ്രദീപം തെളിയിച്ചു. പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞവരെ അനുസ്മരിച്ചുകൊണ്ട് ആരംഭിച്ച സാംസ്കാരിക സമ്മേളനത്തിൽ സംഘടനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രസിഡന്റ് ഷെറിൻ മാത്യു വിവരണം നൽകി. 5 years back, Indian Arts Federation was keen to be part of the art and cultural movement of the Indian diaspora in Kuwait. To uphold our main motto of uplifting the young and new generations, we have conducted several programs. Last year, we had entrusted by the Embassy of India to Kuwait to organize an event to celebrate the linguistic birth date of Kerala. We could make it a grand success, coordinating with all 14 districts of Kerala, and it has become a remarkable one in the Indian community, Kuwait. I am welcoming you people because you have selected to come to our program. We are very much thankful for selecting us because of the personal relationship, because of our organization. അൽ ജസീറ ജനറൽ മാനേജർ അസീം സെയ്ദ്, ഡോക്ടർ ഹൈദർ അലി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി ലിയോ, ചെയർമാൻ പ്രേമൻ ഇല്ലത്ത്, കൾച്ചറൽ സെക്രട്ടറി നിർമ്മലാ ദേവി, ജോയിന്റ് സെക്രട്ടറി മുരളി മുരുകാനന്ദൻ, പ്രോഗ്രാം കോർഡിനേറ്റർ പ്രിയ കണ്ണൻ, ട്രഷറർ ലിജോ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കുവൈറ്റിലെ വിവിധ സംഘടനാ പ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. ആദ്യമായിട്ടാണ് ഞാൻ കുവൈറ്റിൽ വരുന്നത്. നിങ്ങളെല്ലാവരും കാണാൻ പറ്റിയതിലും ഇന്ന് ഇവിടെ ഈ ഒരു പ്രോഗ്രാമിൽ എത്താൻ പറ്റിയതിലും ഒത്തിരി സന്തോഷമുണ്ട്. ആൻഡ് ഐ ഹിയർ ബൈ അനൗൺസ് ദാറ്റ് ഒഫീഷ്യലി ഞാൻ ഈ ഒരു ഭാരത് മഹോത്സവ് 2K25 ഒഫീഷ്യലി ഇനോഗ്രേറ്റഡ് ആയിട്ട് ഞാൻ അറിയിക്കുകയാണ്. ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത് അല്ലേ. ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഒരു സംഭവം കഴിഞ്ഞ ദിവസമുണ്ടായി. തീർത്തും നിർഭാഗ്യകരമാണ്. നമ്മൾ ഇത്തരം സംഭവങ്ങളോടുള്ള പ്രതികരണം എങ്ങനെയായിരിക്കണം? നമ്മുടെ ഐക്യം, നമ്മുടെ സാഹോദര്യം, നമ്മുടെ സ്നേഹം ഊട്ടിയുറപ്പിച്ചുകൊണ്ടത് പ്രഖ്യാപിക്കുന്നിടത്തായിരിക്കണം. നമ്മളൊന്നാണ് എന്ന് പറയുന്നിടത്തായിരിക്കണം. ഭാരതമെന്ന നമ്മുടെ രാജ്യം, ഞാനും നിങ്ങളും ജനിച്ചു വീണ രാജ്യം തന്നെ ഒരു മഹോത്സവമാണ്. ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വൈവിധ്യങ്ങളുടെയും ഒരു മഹോത്സവം തന്നെയാണ് എന്ന് നമുക്ക് ആത്മാർത്ഥമായി പറയാനും പ്രഖ്യാപിക്കാനും അതുവഴി ജീവിച്ച് കാണിക്കാനും കഴിയണം. അതായിരിക്കണം ഭാരതീയന് നൽകാൻ കഴിയുന്ന സന്ദേശം. DPS തിയേറ്റർ ഓഡിറ്റോറിയത്തിൽ നടങ്ങിയ മഹോത്സവ വേദിയിൽ നൃത്ത സംഗീത മത്സരങ്ങളാണ് അരങ്ങേറിയത്. കുവൈറ്റിലെ ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നും 42-ൽ പരം കുട്ടികളാണ് രജിസ്റ്റർ ചെയ്തത്. മാസങ്ങൾ നീണ്ട വിവിധ ഓഡിഷനുകളിൽ നിന്നുമാണ് മത്സരാർത്ഥികളെ തിരഞ്ഞെടുത്തത്.
കൽപവൃക്ഷനിരസഞ്ചിതം നൽകതിരിടുന്ന കളശിഞ്ചിതം ഇന്ത്യൻ സ്റ്റാർ വോയിസ് ഗ്രാൻഡ് ഫിനാലെയിൽ ഹെലൻ സൂസൻ ജോസ് മികച്ച ഗായികയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യൻ ഡാൻസ് ബീറ്റ്സ് ഫിനാലെയിൽ ഭവൻസ് ബീറ്റ്സ് ബ്ലാസ്റ്റേഴ്സ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. മുഖ്യാതിഥിയായെത്തിയ സാധിക വേണുഗോപാൽ മത്സര വിജയികൾക്കുള്ള ശില്പവും ക്യാഷ് അവാർഡുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. And the first prize for IAF Bharat Mahotsav 2K25 Indian Dance Beats goes to... You all might have guessed it. It's a Beat Blasters team. Beat Blast team! May I welcome Beat Blast? That is Beat Blast, the first prize winner for IAF Bharat Mahotsav 2K25. തുടർന്ന് പിന്നണി ഗായകരായ ആനാമിയും പ്രശോത് രാമചന്ദ്രനും നയിച്ച സംഗീത നിശയും അരങ്ങേറി. കാവ്യനാടകാദിപ്രിയം മൂഷികവാഹനമോദകപ്രിയം കാവ്യനാടകാദിപ്രിയം മൂഷികവാഹനമോദകപ്രിയം മഹാഗണപതിം മനസാ സ്മരാമി ഗണപതിം ലോകോത്തര ഭക്ഷണ വിഭവങ്ങൾ അണിനിരക്കുന്ന ഫുഡ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തത്. ഭക്ഷണപ്രേമികൾക്ക് രുചിയുടെ ഉത്സവമായി ലുലു വേൾഡ് ഫുഡ് ഫെസ്റ്റിന് തുടക്കമായി. രാജ്യത്തെ എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലുമായി 2 ആഴ്ച നീളുന്നതാണ് ഫെസ്റ്റിവൽ. അൾട്രായ് ലുലു ഔട്ട്ലെറ്റിൽ നടന്ന ചടങ്ങിൽ ദക്ഷിണേന്ത്യൻ നടി മഹിമ നമ്പ്യാർ, മാസ്റ്റർ ഷെഫ് ഫെയിം ഗുർകിരാജ് സിംഗ്, അറബ് ഷെഫ് മോണ ബാബ്രെ എന്നിവർ ചേർന്ന് ഫുഡ് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ലുലു മാനേജ്മെന്റ് ഉന്നത പ്രതിനിധികളും സ്പോൺസർമാരും ചടങ്ങിൽ പങ്കെടുത്തു. ഫെസ്റ്റിവലിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന രുചികളും പാചക പ്രദർശനങ്ങളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ബിരിയാണി, കേക്ക്, സ്ട്രീറ്റ് ഫുഡ്, ഹെൽത്തി ബൈറ്റ്സ് തുടങ്ങി 20-ലധികം തീം കൗണ്ടറുകൾ ഫെസ്റ്റിവലിൽ ഒരുക്കിയിട്ടുണ്ട്. സെലിബ്രിറ്റി ഷെഫുമാരുടെ തത്സമയ പാചക ഷോകൾ, ഇന്ററാക്റ്റീവ് സെഷനുകൾ, കുടുംബങ്ങൾക്കായി വിവിധ മത്സരങ്ങൾ തുടങ്ങിയവയും